जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जन यमुनतीरवनचारि यमुनतीरवनचारि जय राधमाधव जय कुंज बिहारी जय राधमाधव जय कुंज बिहारी हरे कृष्णा 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 हरे हरे राम 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 हरे हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण कृष्णा कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण 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 कृष्णा हरे हरे राम 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 हरे 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 कृष्णा ओम नमो भगवते वासुदेवाय 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 ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथां मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवां च श्रीरूपं सकृजातं सहगणरघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितां च हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्ता राधा कान्ता नमोऽस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः श्रीकृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे हरे
ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നമഃ കൃഷ്ണായ കൃഷ്ണായൈ രാധായൈ മാധവായ ച പരിപൂർണതമായൈ ച. നമഃ കൃഷ്ണായ കൃഷ്ണായൈ രാധായൈ മാധവായ ച പരിപൂർണതമായൈ ച. ഘനശ്യാമായ ദേവായ ശ്യാമായൈ സതതം നമഃ. രാസേശ്വരായ സതതം രാസേശ്വരൈ നമോ നമഃ. ഘനശ്യാമായ ദേവായ ശ്യാമായൈ സതതം നമഃ. രാസേശ്വരായ സതതം രാസേശ്വരൈ നമോ നമഃ. ഗോലോകാദിവലീലായ ലീലാവതൈ നമോ നമഃ. അസംഖ്യാണ്ഡാദിദേവൈഷ അസംഖ്യാണ്ഡനിധേ നമഃ. ഗോലോകാദിവലീലായ ലീലാവതൈ നമോ നമഃ. അസംഖ്യാണ്ഡാദിദേവേഷ അസംഖ്യാണ്ഡനിധേ നമഃ. ഭൂപാരഹാരായ ഭുവംഗതാഭ്യാം അച്ഛാന്തയേ ഛാത്ര സമാഗതാഭ്യാം പരസ്പരം സന്ധിത വിഗ്രഹാഭ്യാം നമോ യുവാഭ്യാം ഹരിരാധികാഭ്യാം. ഭൂപാരഹാരായ ഭുവംഗതാഭ്യാം അച്ഛാന്തയേ ഛാത്ര സമാഗതാഭ്യാം പരസ്പരം സന്ധിത വിഗ്രഹാഭ്യാം നമോ യുവാഭ്യാം ഹരിരാധികാഭ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. വീണ്ടും ഒരു കാർത്തിക മാസം വന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി പ്ലാറ്റ്ഫോം വേറെയാണെങ്കിലും കാണാൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാം ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്, എല്ലാം ഭഗവാന്റെ സംവിധാനങ്ങളാണ്. ഒരിക്കലും അത് നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല. മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എന്റെ അധ്യക്ഷതയിലാണ് ഈ ജഗത് മുഴുവൻ, ചരങ്ങളും അചരങ്ങളും എല്ലാം ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതുമെല്ലാം. അർജുന, നീ അത് മനസ്സിലാക്കുക. അപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനമായിട്ട് ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പക്ഷേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ, വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം നിറവോടെ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. കാർത്തിക മാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശ്രീമദ് ഭാഗവതത്തിലാണെങ്കിലും ദേവി ഭാഗവതത്തിലാണെങ്കിലും സ്കന്ദപുരാണത്തിലാണെങ്കിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണെങ്കിലും ഗർഗഭാഗവതത്തിലാണെങ്കിലും എല്ലായിടത്തും കാർത്തിക മാസത്തിന്റെ മഹിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കാർത്തിക മാസത്തിലാണ് ഭഗവാൻ ഒരുപാട് ലീലകളും മോക്ഷങ്ങളും കൊടുത്തത്. ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നതും നളകുബേരന്മാർക്ക് മോക്ഷം കൊടുക്കുന്നതും കാലികളെ മേയ്ക്കാൻ പോകുന്നതും എല്ലാം ഈ കാർത്തിക മാസത്തിലാണ്. ഈ കാർത്തിക മാസം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഈ കാർത്തിക മാസത്തിൽ ഭഗവാന്റെ നാമം ഉരുവിടുന്നവർക്ക് ആയിരമല്ല കോടിക്കണക്കിന് പുണ്യം കിട്ടുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് സത്യമായും ശരിയാണ്. എന്റെ നാമം ആര് ചൊല്ലുന്നുവോ, സദാ എന്നെ ആര് ധ്യാനിക്കുന്നുവോ, എന്റെ മനസ്സിലും അവരെ എപ്പോഴും വസിച്ചിരിക്കും. അത്തരം ഭക്തരെ ഭഗവാൻ പേരിട്ട് വിളിക്കുന്നു ഭാഗവതോ ഉത്തമൻ. ഭാഗവതന്മാരിൽ, ഭഗവത് ഭക്തരിൽ ഉത്തമരായിട്ടുള്ളവർ. ഈ പുണ്യമാസത്തില് അതിന്റെ ചെറിയൊരു അംശമെങ്കിലും ഭഗവാനെ നമുക്ക് കിട്ടണമേ. നമ്മൾ വാരിക്കൂട്ടി വച്ചിരിക്കുന്ന പാപങ്ങളും പ്രയാസങ്ങളുമെല്ലാം കളയാൻ ഈ കാർത്തിക മാസം ഞങ്ങൾക്ക് ഉപകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക്
കാർത്തിക മാസ ആചരണത്തിലോട്ട് കടക്കാം. പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ വോയിസ്? ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാധാരണ രീതിയിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. എന്താ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട്? ഭഗവാന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും. ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റണം എന്നുണ്ടെങ്കിൽ ആ ആളുടെ ഇഷ്ടം നമ്മൾ ആദ്യം നോക്കും. ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പെരുമാറും. അതുകൊണ്ടാണ് കാർത്തിക മാസം ഭഗവാൻ ഏറെ ഇഷ്ടമായതുകൊണ്ട് ആ ഭഗവാനെ നമ്മുടെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തില് 65-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, പ്രസാദേ സർവദുഃഖാനാം ഹാനിർ അസ്യോപജായത്തെ. പ്രസാദേ സർവദുഃഖാനാം ഹാനിർ അസ്യോപജായത്തെ. പ്രസന്നചേതസാ ഹി ആശു ബുദ്ധിർ പര്യവതിഷ്ഠതേ. പ്രസന്നചേതോസി ഹി ആശു ബുദ്ധിർ പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം, ഭഗവാന്റെ പ്രസാദം കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തിയാകും. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രസാദം, ഭഗവാന്റെ പ്രസാദം, അത് ഭഗവാന്റെ നോട്ടം കൊണ്ടാവാം, ഭഗവാന്റെ മനസ്സുകൊണ്ടാകാം, ഭഗവാൻ കഴിച്ചിരിക്കുന്ന ഭഗവാന് നിവേദിച്ചിരിക്കുന്ന ആ നിവേദ്യത്തിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നതിലൂടെയാകാം. ഏതു തരത്തിലാണെങ്കിലും ഭഗവാന്റെ പ്രസാദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തെടുത്ത് പറയുന്നത് പ്രസാദേ സർവദുഃഖാന. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭഗവാന്റെ നാമം സ്മരിക്കുക, ഭഗവാന്റെ നാമം ഉരുവിടുക, അതുപോലെ ഭഗവാനെ നിവേദിക്കുക എന്നുള്ളത്. ശ്രവണം, സ്മരണം, കീർത്തനം. എല്ലാവർക്കും, നമുക്ക് അമ്മയ്ക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ആഞ്ഞൻ നമ്പൂതിരിയുടെ വയറുവേദന ശമിക്കാൻ എന്ത് ചെയ്തു? ഗുരുവായൂരമ്പലത്തിലെ സാക്ഷാൽ പാൽപായസം കഴിച്ച് പ്രസാദം കഴിച്ചുകൊണ്ട് തന്നെ ആഞ്ഞൻ നമ്പൂതിരിയുടെ വയറുവേദന മാറി. ഒരു ചികിത്സയ്ക്കും ഫലമില്ലാതെ വന്നപ്പോൾ ആഞ്ഞൻ നമ്പൂതിരി പോയി ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക്. മേൽപ്പത്തൂരിന്റെ വാദം മാറിയതും ഭഗവാനെ വിളിച്ചിട്ടാണ്. അപ്പം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് ഭഗവാന്റെ നാമം കൊണ്ടും ഭഗവാന്റെ നിവേദിഷ്ടം കഴിക്കുന്നത് മൂലവും നമുക്കുണ്ടാകും. നമ്മളൊരു വണ്ടി എടുത്തു. വണ്ടി പെട്രോൾ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എത്ര തരം ഡീസൽ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര തരം പെട്രോൾ ഉണ്ടാകും അവിടെ? ആനന്ദ് ചേട്ടാ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എത്ര തരം പെട്രോൾ ഉണ്ടാകും? അത് പെട്രോൾ പമ്പിനനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ എത്ര ഗ്രേഡിലുള്ള ഉണ്ടാകും? 3 ഗ്രേഡ് ഉണ്ടാവും സാധാരണ. എന്തൊക്കെയാണ് അത്? സൂപ്പർ, സ്പെഷ്യല്, പ്ലസ്. സൂപ്പർ, സ്പെഷ്യല്, പ്ലസ് അല്ലേ? അതെ. ഇതിനകത്ത് ഏറ്റവും മുന്തിയ ഗ്രേഡ് ഏതാ? ഹൈ ഗ്രേഡ് ഏതാ? സൂപ്പർ. എന്താ അതിന്റെ ഗുണം? അത് ഒക്ടേൻ ഏറ്റവും കൂടുതലുള്ള, ഏറ്റവും പ്യുവർ. ഏറ്റവും പ്യുവർ. അപ്പൊ ഇതെല്ലാം ടോട്ടലി ഇന്ധനം എന്ന് പറയാം അല്ലെ? പ്യുവർ ആണ്. അതെ. സാധാരണ ഉള്ളതിന് എന്താ പറയുന്നത്? പ്ലസ്. പ്ലസ് എടുത്തു കഴിഞ്ഞാലും വണ്ടി ഓടും അല്ലെ? അടിച്ചു കഴിഞ്ഞാലും ഓടും. അതെ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്തിരി കൂടിയ വണ്ടി എടുത്തിട്ടുള്ളവർ, ഇത്തിരി വിലയുള്ള ലക്ഷറി വെഹിക്കിൾ എടുത്തിട്ടുള്ളവർ ഈ സാധാരണ അടിക്കാൻ നിൽക്കാറില്ല. എന്തുകൊണ്ടാ അത്?
സൂപ്പർ ലക്ഷറി വണ്ടി നല്ല, ഏത് വണ്ടിക്കും സൂപ്പർ പെട്രോളാണ് നല്ലത്. അതിന്റെ എഞ്ചിന്റെ ഗുണം, എഞ്ചിന് കൂടുതൽ സ്യൂട്ടബിൾ ആയതുകൊണ്ടാണോ? അത് പ്യൂരിറ്റി കൂടുമ്പോൾ മൈലേജ് കൂടും, വണ്ടിയുടെ പെർഫോമൻസ് വ്യത്യാസം വരും. എഞ്ചിന്റെ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ. അപ്പം ഇവിടെ അതാണ് നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടത്. അപ്പം ആ വണ്ടിയുടെ ആയുസ്, ആ വണ്ടിയുടെ ഓണറിനറിയാം, നല്ല പെട്രോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ വണ്ടിയുടെ ആയുസ്സിന് ഒരു പക്ഷേ ക്ഷതം സംഭവിച്ചേക്കാം, കുറഞ്ഞേക്കാം, ഒരു ലൈഫ് ഗ്യാരണ്ടിയിൽ ഇത്തിരി കുറവുണ്ടാകാം. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഭയങ്കരമായ വില കൊടുത്ത് വാങ്ങിച്ച ഒരു വണ്ടിക്ക് 1-2 രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4-5 രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമ്മളത് മാറിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ആയുസ്സിനെ തന്നെ ബാധിക്കും. അതുപോലെയാണ് ശ്രേഷ്ഠമായി കിട്ടിയ ഈ ഭൗതിക ശരീരത്തിന്റെ ആയുസ്സും. നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തെ വിഷവിമുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആയുസ് കൂട്ടിക്കിട്ടാനുള്ള ഏക മാർഗം. അപ്പം ശ്രേഷ്ഠമായ ഇന്ധനം നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കണം. മാക്സിമം ടോക്സിക് ഒഴിവാക്കണം, വിഷമയം ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി യദാസി യത്തപസ്യസ്യ കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, അത് എനിക്കായി വേണ്ടി ചെയ്യണം. അങ്ങനെ ഭഗവാന് നിവേദിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠമായ ആ നിവേദ്യശിഷ്ടം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രേഷ്ഠമായ ഇന്ധനമാണ് നമ്മുടെ ഭൗതികമായ ശരീരത്തിന് കൊടുക്കുന്നത്. അങ്ങനെ ശ്രേഷ്ഠമായ ഇന്ധനം ഈ ഭൗതിക ശരീരത്തിന് കൊടുക്കുമ്പോൾ ശ്രേഷ്ഠമായ രീതിയിൽ ഈ വണ്ടി ഓടും. ഒരാൾക്കും തടയാൻ പറ്റത്തില്ല, ഒരിക്കലും തടയാൻ പറ്റത്തില്ല. ശ്രേഷ്ഠമായ രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ മാക്സിമം ഡ്യൂറേഷനിൽ ശ്വാസ വ്യതിയാനങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ഓടും. അത് തന്നെയാണ് ജീവിതത്തിൽ നമുക്കും വേണ്ടത്. ജീവിതത്തില് സമാധാനപരമായ ജീവിതം, സ്വസ്ഥമായ ജീവിതം. അതാണ് ഈ കാർത്തിക മാസത്തിൽ ഭഗവാന്റെ അടുത്ത് നമുക്കും അപേക്ഷിക്കാനുള്ളത്. അപ്പൊ ഈ കാർത്തിക മാസത്തിൽ ഭഗവാനെ ഇങ്ങനെ സ്മരിക്കുകയും ഭഗവാന്റെ ലീലകളെ സ്മരിക്കുകയും ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരുവന് അവൻ ജീവിതത്തിൽ വാരിക്കോരി കൂട്ടിവച്ചിരിക്കുന്ന പാപകർമ്മങ്ങൾ എല്ലാം അലിഞ്ഞില്ലാതായി പോകും. അവന് മാത്രമല്ല, അവന്റെ 7 തലമുറകൾക്ക് മുന്നിലുള്ള പിതാമഹന്മാരുടെ ആത്മാവിന് മോക്ഷം കിട്ടും. അതുമാത്രമല്ല, വരുന്ന 7 തലമുറകളുടെ, നമ്മുടെ കമ്മിങ് ജനറേഷൻ, ആ തലമുറകൾക്കും നമ്മൾ ചെയ്ത ഈ ചെറിയ ഒരു നെയ്വിളക്ക് ആരതി കൊണ്ട് അവർക്കും ഭഗവത് കൃപയുണ്ടാകും. അവരും ഭഗവാന്റെ സ്വന്തം കുട്ടികളായി ജനിക്കും. അങ്ങനെ ഈ കാർത്തിക മാസത്തിൽ അതുപോലെ പാപം ചെയ്തവരെ 2 ദേവന്മാർക്ക് മോക്ഷം കൊടുത്ത കഥയും ഗോപികമാരുടെ വെണ്ണ മോഷ്ടിച്ച് അത് നിവേദ്യശിഷ്ടമായി കൊടുത്ത് അവരെ അനുഗ്രഹിച്ച കഥയും യശോദാമയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ മുന്നിൽ മറ്റൊന്നിനും ഒരു സ്ഥാനമില്ല എന്ന് ഭഗവാൻ തെളിയിച്ച കഥയും നമുക്കറിയാം. അതാണ് ദാമോദര ലീല. സ്നേഹത്തിന്റെ മുന്നിൽ ഭഗവാന് വേറെ ഒരു കണ്ടീഷനുമില്ല. സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ കീഴ്പ്പെടുത്താൻ പറ്റും. ഒരിക്കല് ഋഭു എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ. വർഷങ്ങളായി ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാധാറാണി ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, കൃഷ്ണ, അങ്ങയുടെ വലിയൊരു ഭക്തനല്ലേ, ഈ ഭക്തൻ അങ്ങയെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് കണ്ടില്ലെന്നുണ്ടോ? ഭഗവാൻ ഒന്ന് ചിരിച്ചു.
ആ ചിരിച്ച ഒരു സമയത്ത് ഋഭു മഹർഷി ധ്യാനത്തിലായിരുന്നു. ഋഭു മഹർഷിക്ക് തന്റെ ഹൃദയത്തിൽ ഭഗവാൻ നഷ്ടപ്പെട്ടതായി അറിഞ്ഞു. ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. അതുവരെ ധ്യാനിച്ചത് തന്റെ ഹൃദയത്തിൽ ഭഗവാൻ സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടു മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച, എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി ഞാൻ സ്തുതി ചെയ്യുന്നു. അങ്ങനെ ഋഭു മഹർഷി ആ ഹൃദയത്തിൽ ഭഗവാനെ സ്ഥാപിച്ചെടുത്ത് ഭഗവാനെ കണ്ടുകൊണ്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ നിമിഷം ഇവിടെ രാധാറാണി ഭഗവാനോട് ചോദിക്കുന്നു, കൃഷ്ണ, അങ്ങയുടെ ഭക്തൻ അങ്ങയെ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഭഗവാൻ ഒന്ന് ചിരിച്ചു. ആ ചിരിച്ച അതേ നിമിഷം ഋഭു മഹർഷിക്ക് ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ നഷ്ടമായി, കാണുന്നില്ല, കൂരിരുട്ട്. ഋഭു മഹർഷിയുടെ ശ്വാസത്തിന് വ്യത്യാസം സംഭവിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ പുരോഭാഗത്ത് ഭഗവാൻ അങ്ങനെ ഓടക്കുഴലുമൂതി നിൽക്കുകയാണ്. കൃഷ്ണ, ഞാൻ എത്ര ഭാഗ്യം ചെയ്തവനാണ്, ഒടുവിൽ അങ്ങ് എന്റെ മുന്നിൽ വന്നുവല്ലോ കൃഷ്ണ. അങ്ങനെ ആ കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. നമ കൃഷ്ണായ കൃഷ്ണായൈ രാധായൈ മാധവായ ച പരിപൂർണതമായൈ ച പരിപൂർണതമായ ച ഘനശ്യാമായ ദേവായ ശ്യാമൈ സതതം നമഃ. രാസേശ്വരായ സതതം രാസേശ്വരൈ നമോ നമഃ. ഗോലോകാധിപലീലായ ലീലാവതൈ നമോ നമഃ. അസംഖ്യാണ്ടാശിതേ ദേവൈ ച അസംഖ്യാണ്ടാദിനിധയേ നമഃ. ഇവിടെ ഋഭു മഹർഷി ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ഭഗവാൻ എന്തുകൊണ്ടോ നോക്കിയില്ല. ആരിടപെട്ടു? രാധാറാണി ഇടപെട്ടു. അവിടെയാണ് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ രാധാറാണിയെയും നമ്മൾ സംപ്രീതയാക്കണം. ആദ്യം രാധാറാണിയുടെ അനുഗ്രഹം നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ മഹാമന്ത്രം ചെല്ലുമ്പോൾ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ രാധാറാണിയെ വിളിക്കുന്നത് ഹരേ. ആ രാധാറാണിയുടെ അനുവാദത്തോടു കൂടി ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം രാധാറാണിയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ദാമോദര മാസത്തില് ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്ന ആവലാദികളൊക്കെ യശോദാമ്മ കേൾക്കുകയും ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യശോദാമ്മയുടെ മടിയിൽ നിൽക്കിടന്ന് പാല് കുടിച്ച കൃഷ്ണൻ യശോദാമ്മ അടുക്കളയ്ക്ക് പോകുന്ന സമയത്ത് കൃഷ്ണനെ താഴെ വെച്ചിട്ട് അടുക്കളയിലോട്ട് പോയപ്പോൾ കൃഷ്ണൻ ഒന്ന് ചിണുങ്ങി ഒരു കുട്ടിക്കുറുമ്പ് കാണിച്ചു. അപ്പോഴത്തേന് കൂട്ടുകാരെല്ലാം വന്നു. ആ ഉറിയൊക്കെ അടിച്ച് പൊളിച്ച് വെണ്ണയൊക്കെ ഉറിയുടെ ഹോളിൽ കൂടെ വരുന്ന വെണ്ണയൊക്കെ വായി വെച്ച് വാങ്ങിച്ചു, കഴിച്ചു. താഴെ എല്ലാം അലങ്കോലമായി, കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും കയറി ചവിട്ടി, അതിന്റെ മുകളിൽ ചവിട്ടി കിടന്ന് ഉരുണ്ട്. മാത്രമല്ല കൂട്ടുകാരൊക്കെ അവിടെ കിടന്ന് മൂത്രവും ഒഴിച്ചു. എല്ലാം അലങ്കോലമാകുന്ന സമയത്ത് യശോദാമ്മ വരുന്നു. ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം ഓടിപ്പോയി. കൃഷ്ണൻ ഒരു തൂണിന്റെ പിണയിൽ ഒതുങ്ങി നിന്നു. അവസാനം കൃഷ്ണനെ പിടിച്ചു വഴുതിക്കൊണ്ട് ഓടി. അങ്ങനെ കൃഷ്ണൻ യശോദാമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ കൃഷ്ണൻ വഴങ്ങിക്കൊടുത്തിട്ട് കെട്ടാൻ ആയിട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ്. അവിടെയും കൃഷ്ണൻ കുസൃതി കാണിക്കുന്നു. ഉരലിൽ പിടിച്ച് ചേർത്ത് കെട്ടുമ്പോഴത്തേക്ക് 2 അങ്കുലത്തിന്റെ വ്യത്യാസം വരുമ്പോഴും അവിടെ യശോദാമ്മ ആരെ വിളിക്കുന്നു? നാരായണ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെയും ഭഗവാൻ വിളി കേൾക്കുന്നു. അത്രയും ദീനാനുകമ്പനാണ് ഭഗവാൻ. പിടിച്ചു കെട്ടാൻ പോലും ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുന്നു ഭഗവാനെ വിളിച്ചപ്പോൾ. ഗുരുവായൂർ അമ്പലത്തിലെ വീണ്ടും ഒരു കഥ നമുക്കറിയാം. അവിടെ എല്ലാ ദിവസവും കുട്ടികൾ വന്ന് പഴം മോഷ്ടിക്കുമായിരുന്നു. അവിടുത്തെ നിവേദ്യത്തിന്റെ പഴം മോഷ്ടിക്കുമായിരുന്നു. 4 കുട്ടികള് അവസാനം അവിടുത്തെ കാര്യസ്ഥന്മാര് കയ്യോടെ പിടികൂടി. ഈ 4 കുട്ടികളാണ് ദിവസവും പഴം മോഷ്ടിക്കുന്നത്. ശിക്ഷ കൊടുത്തു. അമ്പലത്തിന് ചുറ്റും ഓടാൻ പറഞ്ഞു, പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞു. അങ്ങനെ ശിക്ഷ കൊടുത്തിട്ട് ഈ കുട്ടികളെല്ലാം ഗുരുവായൂർ അമ്പലത്തിന് മുറ്റും ഓടുകയാണ്. തുടങ്ങുന്നത് 4 കുട്ടികളെ മാത്രമാണ് കാണുന്നത്. പക്ഷേ ഓടിക്കഴിയുമ്പോൾ 5 കുട്ടികൾ ഓടുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്, പ്രത്യക്ഷ അനുഭവങ്ങളാണ്.
ഈ കുട്ടികൾ ചോദിച്ചു, നീ ഏതാണ്? ഞങ്ങളാണ് പഴം മോഷ്ടിച്ചത്, നീ എവിടുന്ന് വന്നു ഞങ്ങളുടെ കൂടെ കൂടാൻ? അപ്പൊ ആ കുട്ടി, അഞ്ചാമത്തെ കുട്ടി ആ കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങളെ മോഷ്ടിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾ പഴം മോഷ്ടിക്കാറുണ്ട്, അതിലെ ഒരു പങ്ക് നിങ്ങൾ എനിക്ക് കൂടി തരാറുണ്ട്. അപ്പം ഞാനും മോഷ്ടാക്കളിൽ പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനും നിങ്ങളോടൊപ്പം കൂടുന്നത്. അത്രയ്ക്ക് ദീനാനുകമ്പയുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനെ ഈ കാർത്തിക മാസത്തിൽ കൃഷ്ണ നമ്മൾ ഭക്തിപൂർവം, നമ്മൾ സ്പർശനം കൊണ്ട്, ശ്രവണം കൊണ്ട്, സ്മരണം കൊണ്ട്, ഘ്രാണം കൊണ്ട് ഭഗവാനെ നമിക്കുക. ചിലര് പറയും, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ സങ്കല്പമല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മത്സ്യം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെ? നോട്ടത്തിലാണ് ഭഗവാൻ മത്സ്യം കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആമ കരയിലാണ് മുട്ടയിടുന്നത്. ആ മുട്ട വിരിയുന്നത് ആമ ജലത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ മെഡിറ്റേറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പം ഭഗവാന്റെ ഒരു ചെറിയ നോട്ടം കൊണ്ട് തന്നെ നമ്മുടെ പ്രസാദം സ്വീകരിക്കും, നമ്മുടെ നിവേദ്യം സ്വീകരിക്കും, ഭഗവാൻ പ്രസാദം തരികയും ചെയ്യും. അങ്ങനെ ഈ ദാമോദര മാസത്തിൽ നമുക്ക് ദാമോദര അഷ്ടകം, ഇത് ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഉലൂഖല ബന്ധനം എന്ന കഥയെ പത്മപുരാണത്തിൽ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. ആ പത്മപുരാണത്തിൽ സത്യവ്രത മുനി ഇതിനെ അഷ്ടക രൂപത്തിൽ ആക്കി നമുക്ക് സുഗമമായിട്ട് ചൊല്ലാനുള്ള ഉപായവും പറഞ്ഞു തന്നിരിക്കുന്നു. ഈ ഒരു നിമിഷം, ഈ കിട്ടിയിരിക്കുന്ന അവസരം ഒരിക്കലും ആരും പാഴാക്കരുത്. നമ്മുടെ ജന്മം അത്രയേറെ ദുർലഭമാണ്. അതില് കുറച്ചു പേർക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടത്തുള്ളൂ. സുദുർലഭം ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ആ ചുരുക്കം ചില പേരിൽ ഭഗവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന കുറച്ചു പേരിൽ പെട്ടവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് കിട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ഭഗവാനെ സ്മരിച്ചു കൊണ്ടുപോവുക. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കീർത്തനം ചൊല്ലാമോ? കമലുണ്ടോ? ഓക്കെ, നമുക്കൊരു കീർത്തനം കൂടെ കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാ കൃഷ്ണ പ്രാണ മോരാ ജുഗലാ കിശോരാ. 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 जीवने मरने गति आरो नाही मोरा. जीवने मरने गति आरो नाही मोरा. कालिंदीर कुले केली कदंबे रवाना. कालिंदीर कुले केली कदंबे रवाना. रतना बेदीरा उपार बोसा बोधु जाना. रतना बेदीरा
उपार बोसा बोधु जाना राधा कृष्ण प्राण मोरा जुगल किशोरा राधा कृष्ण प्राण मोरा जुगल किशोरा श्यामा गौरी अंगे दीपो चंदने रगंडा श्यामा गौरी अंगे दीपो चंदने रगंडा चमरा दुलाबो कबे हेरी मुख चंद्र चमरा दुलाबो कबे हेरी मुख चंद्र राधा कृष्ण प्राण मोरा जुगल किशोरा गतिया मला तिरमाला दीपो तो हारा गाले गतिया मला तिरमाला दीपो तो हारा गाले आतरे तुलिया दीपो कर्पूरा तंबूले आदर तुलिया दीपो कर्पूरा तंबूले राधा कृष्ण प्राण मोरा जुगल किशोरा ललिता विशाखादि जादा सखी वृंदा ललिता विशाखादि जादा सखी वृंदा अज्ञाया करिबो सेवा चरणारविंदा अज्ञाया करिबो सेवा चरणारविंदा राधा कृष्ण प्राण मोरा जुगल किशोरा श्री कृष्ण चैतन्य प्रभु दासेरानुदासा श्री कृष्ण चैतन्य प्रभु दासेरानुदासा सेवाभिलाषा करे नरोत्तम दासा सेवाभिलाषा करे नरोत्तम दासा राधा कृष्ण प्राण मोरा जुगल किशोरा राधा कृष्ण प्राण मोरा जुगल किशोरा जीवाने मरने गति आरो नाही मोरा राधा कृष्ण प्राण मोरा जुगल किशोरा राधा कृष्ण प्राण मोरा जुगल किशोरा ഹരേ കൃഷ്ണ. താങ്ക് യു കമലു. വളരെ മനോഹരമായിരുന്നു. ഭഗവാന്റെ സ്മരണകൾ കീർത്തനത്തിലൂടെ വാക്കുകളിലൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിന് സന്തോഷവും വിട്ട് ആനന്ദത്തിൻ്റെ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും. കാർത്തിക മാസത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്മിത മാതാജി സംസാരിക്കും. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ കുറെ വർഷങ്ങളായിട്ട് അവിടെ കാർത്തിക മാസത്തിൽ വരുന്നുണ്ട്. എല്ലാവർക്കും
എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും കൂടെ ഒരു റിമൈൻഡർ എന്ന രീതിയിൽ ചെറിയ 6 ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈ കാർത്തിക ദാമോദര മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ 6 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, മാസങ്ങളിൽ എനിക്ക് കാർത്തിക മാസം ഇഷ്ടമാണ്, ചെടികളിൽ എനിക്ക് തുളസി ഇഷ്ടമാണ്, നദികളിൽ എനിക്ക് ഗംഗ ഇഷ്ടമാണ്, അതുപോലെ യജ്ഞങ്ങളിൽ എനിക്ക് ജപയജ്ഞമാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോ ഈ കാർത്തിക മാസത്തിൽ നമുക്ക് ദാമോദര ഭഗവാന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഭഗവാന്റെ കൃപ പെട്ടെന്ന് ലഭിക്കും. ഒന്ന്, നമ്മൾ എല്ലാ ദിവസവും നെയ് വിളക്ക് കാണിക്കുക, ദാമോദരാഷ്ടകം ചൊല്ലുക. 2, തുളസിക്ക് വെള്ളം ഒഴിക്കുക. 3, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. 4, ഭാഗവതം ഭഗവത്ഗീത വായിക്കുക. അത് മുഴുവൻ വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ചതുർശ്ലോകി ഭാഗവതവും ചതുർശ്ലോകി ഭഗവത്ഗീതയും ദിവസവും വായിക്കുക. 5, നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുക, അമ്പലങ്ങളിലേക്ക് എന്തെങ്കിലും കൊടുക്കുക, വഴിപാട്. 6, പ്രസാദം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വെജിറ്റേറിയൻ ഭക്ഷണം, സസ്യാഹാരം കഴിക്കാൻ ശ്രമിക്കുക ഈ മാസത്തിൽ. ഹരേ കൃഷ്ണ. ഈ മാസത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് 100 മൾട്ടിപ്ലൈഡ് ബൈ 100 എത്ര നമുക്ക് സാധാരണ മാസങ്ങളിൽ പുണ്യം കിട്ടുന്നു, അതിനേലും 100 ഇരട്ടി നമുക്ക് കിട്ടും. ആൻഡ് ഈ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങള് നമ്മളുടെ 100 ലൈഫ് ടൈംസിൽ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ പ്രഭു നേരത്തെ പറഞ്ഞു, നമ്മളുടെ പിതൃക്കന്മാർക്കെല്ലാം മുക്തി കിട്ടും. 7 തലമുറ മുന്നോട്ടും 7 തലമുറ പിന്നോട്ടും ഉള്ള എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണം ചെയ്യും. ഈ കാർത്തിക മാസത്തില് ഈ ചെറിയ 5-6 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു. അപ്പം എല്ലാം ചെറിയ 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 കാര്യങ്ങളാണ്. ചെറിയൊരു ഉപേക്ഷയിലൂടെയാണ് നമുക്ക് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഞാൻ വാഹനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടില് ഒരിടയ്ക്ക് ഈ ലാംബി, ലാംബട്ര അങ്ങനെയൊക്കെയുള്ള സ്കൂട്ടറുകൾ ഉള്ള സമയത്ത് ഇപ്പൊ കത്തി നിൽക്കുന്ന 2 സ്കൂട്ടറായിരുന്നു, ബജാജ് ചേതക്കാന്റെ വെസ്പ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ താഴെ നിൽക്കുന്നതാണ് ലാംബിയൊക്കെ. അപ്പം സാധാരണ ആൾക്കാര് ഈ സ്കൂട്ടർ ഉപയോഗിക്കുമ്പോൾ പെട്രോളിന് വില കൂടിയപ്പോൾ അവർ ഒരു ഉപായം കണ്ടെത്തി മണ്ണെണ്ണ ഉപയോഗിക്കുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ ഈ കഥകളൊക്കെ? കണ്ടിട്ടുണ്ടോ നാട്ടില്? വർഷങ്ങൾക്ക് മുമ്പ് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് സ്കൂട്ടർ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഓടിക്കുന്നത്. റോഡ് മൊത്തം പുകയായിരിക്കും, ഒരാളെ പോലും കാണാൻ പറ്റത്തില്ല, അതിന് സ്പീഡും കുറവായിരിക്കും. അപ്പം അതിന്റെ ഇന്ധനം വിഷമുക്തമായ ഇന്ധനം, സ്യൂട്ടബിൾ അല്ലാത്ത ഇന്ധനം ആ സ്കൂട്ടറിന് ഒഴിച്ചു കൊടുത്തു, സ്വീകരിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഭഗവാന് നിവേദിക്കാത്ത ഭക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കാം. നമ്മൾ പറയാറുണ്ട്, ചിലർ കൈവശം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം അമ്മമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഒരുപക്ഷെ അവർ പറയുമായിരിക്കും ചില വീടുകളിൽ പോയതിന് ശേഷമാണ് അവന്റെ സ്വഭാവം മാറുന്നത്. അവിടെ എന്ന് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ അവൻ ആ വീട്ടിൽ കയറിയിട്ട് ഇവിടെ വരുന്നു, അവന്റെ സ്വഭാവം നേരെ വിപരീതമായിരിക്കും. ഇതൊക്കെ സത്യമാണ്, അവരെ കണ്ടെത്തലുകൾ സത്യമാണ്. കാര്യം അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അതിനകത്ത് വരുന്നത്. ആ 2 ദേവകുമാരന്മാര് അവര് പൂജിക്കപ്പെടേണ്ട വ്യക്തി വന്നിട്ടും കണ്ടില്ലെന്നടിച്ചു. കാര്യം അവരുപയോഗിച്ച ആഹാരമായിരുന്നു. അവരുപയോഗിച്ച ആഹാരം തമോ ഗുണത്തിലുള്ള ആ ലിക്കറാണ് അവരുപയോഗിച്ചത്. അപ്പൊ അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നെന്നുള്ളത്. കാര്യം അവരുടെ ചിന്താമണ്ഡലത്തിന്റെ വ്യത്യാസം വന്നു. അവർ കഴിച്ച ആഹാരത്തിനനുസരിച്ചിട്ടാണ് ആ ശരീരം, ആ മനസ്സ്, ആ തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം. അപ്പം ജീവിതത്തിൽ മാക്സിമം കഴിവതും ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പ്രസാദം,
ഒരു ദിവസം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ. അതുപോലെ ഭഗവാന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും, ഒരു ആപ്പിൾ കഷ്ണമെങ്കിലും, ഒരു ഗ്ലാസ് പാലെങ്കിലും ഭഗവാന് നിവേദിക്കുക. ഒന്നുമല്ല, വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. ശകലം റൈസ് എങ്കിലും നെയ്യൊഴിച്ച് ഒരു തുളസിയിലയും ഇട്ട് അവിടെ വെച്ചിരിക്കുക, നിവേദിക്കുക. അത് നമ്മൾ ഭക്ഷണത്തിലോട്ട് തിരിച്ചെടുത്ത് കഴിക്കുക. നമ്മൾ പ്രസാദം കഴിച്ചു. ആ പ്രസാദം കൊണ്ട് തന്നെ പ്രസാദേ സർവ ദുഃഖാന, എല്ലാ ദുഃഖങ്ങളും മാറും. ഭഗവാനെ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, ആ പ്രയാസങ്ങളുടെ കാഠിന്യം എല്ലാം കുറഞ്ഞിരിക്കും കൃത്യമായിട്ട്. ഒരു ജ്യോത്സ്യനെയും കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ കർമ്മഫലങ്ങളെയെല്ലാം ജീവിതഗതികളെ തിരിച്ചുവിടാൻ പറ്റും. ഭഗവാൻ അത്രയേറെ ദീനാനുകമ്പനാണ്. ആ ഋഭു മഹർഷി ചൊല്ലിയ ആ സ്തുതി കൊണ്ട് ഭഗവാൻ ദ്രവത്വം പ്രാപിച്ചു, ഭഗവാൻ ഉരുകിപ്പോയി. അതുപോലെ ഭഗവാൻ ഉരുകിയ വേറൊരു സന്ദർഭമുണ്ട്. നാരദ മഹർഷി 56 കോടി രാഗങ്ങൾ സരസ്വതി ദേവിയിൽ നിന്ന് കിട്ടിയിട്ട് അത് ഭഗവാനെ ചൊല്ലിക്കേൽപ്പിച്ചു, ഭഗവാനെ സ്തുതിച്ചു. എല്ലാ രാഗങ്ങളും, ഹിന്ദോളം, മേഘമല്ലാരം തുടങ്ങിയ 56 കോടി രാഗങ്ങളും ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിച്ചു. ഭഗവാൻ അവിടെ ദ്രവത്വം പ്രാപിച്ചു, ഭഗവാൻ അലിഞ്ഞു. അതുപോലെ നമ്മുടെ ഭക്തി കൊണ്ട് ഭഗവാൻ അലിയണം, നമ്മുടെ സമർപ്പണം കൊണ്ട് ഭഗവാൻ അലിയണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മയാണ്, എന്ത് വേണമെങ്കിലും പറയാം. ഒരു ഡൗട്ട് വെക്കേണ്ടായിരുന്നു. ഭഗവത്ഗീതയിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ചാപ്റ്റർ ഉണ്ടോ വായിക്കാന്? അതോ ഏതെങ്കിലും? അതാണ് സ്മിത മാതാജി പറഞ്ഞത്. എല്ലാ ചാപ്റ്ററും വായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചതുർശ്ലോകം എന്ന് പറയും. അതായത് 10ാമത്തെ അധ്യായത്തിലെ 8, 9, 10, 11 ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭുജന്തേ മാം ബുധാഭാവ സമന്വിതാഹ. അവിടം തൊട്ട് 8, 9, 10, 11. പിന്നെ 12ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അർജുനന്റെ റിയലൈസേഷൻ ആണ്. അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. ഏത് ചാപ്റ്റർ പ്രഭു? 10ാമത്തെ ചാപ്റ്റർ. എല്ലാ ദിവസവും ഭഗവത്ഗീത എടുത്തിട്ട് ഒരു ശ്ലോകം വീതം വായിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. ഒരു ശ്ലോകം വായിക്കുക, അതിന്റെ അർത്ഥം വായിക്കുക. പിന്നെ അടുത്ത ദിവസം ഒരു ശ്ലോകം ചൊല്ലുക, അതിന്റെ അർത്ഥം വായിക്കുക. 2 മിനിറ്റ്, അത്രയേ. 10ാം അധ്യായത്തിൽ 8, 9, 10 ശ്ലോകമാണ് പ്രഭു. അതെ, അതാണ് ചതുർശ്ലോകം എന്ന് പറയുന്നത്. 10ാം അധ്യായത്തിലെ 8, 9, 10. 11 കൂടി 8, 9, 10, 11. അതെ, 4 ശ്ലോകം ചതുർശ്ലോകം. 8, 9, 10, 11. 12ാമത്തെ ശ്ലോകം ഇതെല്ലാം കേട്ടിട്ട് അതിന് റിയലൈസ് ചെയ്യാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. അങ്ങ് പരബ്രഹ്മമാണ്, പവിത്രമാണ്, പരംധാമമാണ്. പിന്നെന്താ പറയുന്നത്? പരം ബ്രഹ്മ. ശ്രീനാഥാജി എന്താണ്? പുരുഷം ശാശ്വതം ദിവ്യം. പുരുഷം ശാശ്വതം ദിവ്യം. അങ്ങ് ആദിപുരുഷനാണ്, ദിവ്യനാണ്. പുരുഷം ശാശ്വതം ദിവ്യം, ആദിദേവം അല്ലേ? അജം വിഭും. അജം വിഭും. അങ്ങക്ക് അന്ത്യമില്ല, ആദ്യമില്ല. പിന്നെന്താണ് അടുത്ത വരി? 4 ലൈനായി പ്രഭു. അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമി. സ്വയം ചൈവ. അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമി. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. ഇത് മുൻപ് ദേവല മഹർഷി പറഞ്ഞു, വ്യാസ മഹർഷി പറഞ്ഞു, അസിത മഹർഷി പറയുന്നു. ഇപ്പം അങ്ങ് തന്നെ നേരിട്ട് കൂടി പറയുന്നുണ്ട്. ഇതിൽ പരം സത്യം വേറെന്തുണ്ട്? പിന്നെന്തിനാ സംശയിക്കുന്നത്? ഇത്രയും പേര് പറഞ്ഞു തന്നിരിക്കുന്നു, അതിനെ നമ്മൾ അതേപോലെ എടുക്കുക. ജ്ഞാനപ്പാനയില് പൂന്താനം നമ്പൂതിരി നമുക്കറിയാം. പൂന്താനം നമ്പൂതിരിയെ കുട്ടി നഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് ജ്ഞാനപ്പാന ഭഗവത്ഗീതയുടെ സത്താണ് ജ്ഞാനപ്പാനയിൽ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. അമ്മേ പാടിക്കോളൂ.
2 വരി പാടൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ പാഹി മാം ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ, ച്യുതിയില്ലാത്തവൻ, അച്യുതാനന്ദ, ഗോവിന്ദ, മാധവ. മാധവ ലക്ഷ്മി ദേവിയുടെ പതി. നമുക്ക് ധനം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. ആരെ വിളിക്കണം? മാധവ, ലക്ഷ്മി ദേവിയുടെ പതി. അച്യുതാനന്ദ, ഗോവിന്ദ, മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സച്ചിദാനന്ദ സ്വരൂപം. കൃഷ്ണ കൃഷ്ണ, പിന്നെന്താ ആദ്യത്തെ വരി? എന്താ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. എന്താ ജനാർദ്ദനൻ? സംരക്ഷകനെ. ജനാർദ്ദനൻ എന്ന അർത്ഥം സംരക്ഷകനെ. ഞങ്ങളുടെ സംരക്ഷകനാണ് അങ്ങ് കൃഷ്ണ. പൂന്താനം നമ്പൂതിരി വെറുതെ അമ്മേന്റെ മൈക്ക് മ്യൂട്ടഡ് ആണ്. അന്തുവിന്റെ അമ്മേന്റെ മൈക്ക് മ്യൂട്ടഡ് ആണ്. അമ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. മോളെ കാണുന്നില്ല. ഇല്ല, അത് ഇത് കാണാൻ വെച്ചതാ. അമ്മേന്റെ മൈക്ക് മ്യൂട്ടഡ് ആണ്. മൈക്ക് മ്യൂട്ടായിട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, ജപിച്ചോളൂ പ്രഭു, ജപിച്ചോളൂ. ഞാൻ ഇവിടെ വാട്സപ്പ് മെസ്സേജ് അയച്ചോളാം. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന സംരക്ഷകനെ. അപ്പം ഞങ്ങളുടെ എല്ലാം സംരക്ഷകനാണ്. അത് ആ ജ്ഞാനപ്പാന ഭഗവത്ഗീതയുടെ സത്താണ്. അതിൽ 2 വരി മാത്രമേ പൂന്താനം നമ്പൂതിരിയുടേതായി മാത്രമുള്ളൂ. പേഴ്സണലൈസ്ഡ് സെന്റൻസ്. പൂന്താനം നമ്പൂതിരിക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പം ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ഗുരുവായൂരപ്പന്റെ തിരുനടയിലേക്ക് ഓടും. കൃഷ്ണനോട് വളരെ വിരോധത്തോടെ കൃഷ്ണനെ ചീത്ത വിളിക്കാൻ ഓടുകയാണ്. അവിടെ ചെന്നിട്ട് ഭഗവാനെ ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് അടയും. ആ കണ്ണ് അടയുന്ന സമയത്ത് ആ ഉണ്ണിക്കണ്ണൻ ഓടി വന്ന് പൂന്താനം നമ്പൂതിരിയുടെ മടിയിൽ കയറിയിരിക്കും. അപ്പോഴാണ് ആ 2 വരി എഴുതുന്നത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ. അത് പൂന്താനം നമ്പൂതിരിയുടേതായ ആ 2 വരി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്കുള്ളതാണ്. ആ 2 വരി പൂന്താനം നമ്പൂതിരിക്കും ഉള്ളതാണ്. അവിടെ എല്ലാ ദേഷ്യവും സങ്കടവും എല്ലാം ഉപേക്ഷിച്ചിട്ട്, കൃഷ്ണ അങ്ങ് എത്ര ദീനാനുകമ്പനാണ്, എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങന്റെ കുട്ടിയായി വന്നുവല്ലോ എന്റെ മടിയിൽ, ഇതിൽ പരം സന്തോഷം എനിക്ക് എന്താണ് വേണ്ടത്? ആ പൂന്താനം നമ്പൂതിരിയെ ഭഗവാൻ ഉടലോടെ ഗോലോകധാമത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം ഭഗവാനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതു കുറവിനെയും നികത്താനുള്ള ശക്തി നമുക്ക് കിട്ടും. ഏത് പ്രയാസങ്ങളിൽ നിന്നും മുക്തനാവാനുള്ള ഉപായം നമുക്ക് കിട്ടും. ഭഗവാൻ കൂടെ ഉണ്ടാവണം. അവിടെയാണ് ജനാർദ്ദനൻ, മാധവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. മുകുന്ദൻ മുക്തി തരുന്നവൻ, ജനാർദ്ദനൻ സംരക്ഷിക്കുന്നവൻ, മാധവൻ ലക്ഷ്മിപതിയുടെ ഭർത്താവ് സമ്പത്ത് തരുന്നവൻ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കി ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ പറയാം. സുധീർ പ്രഭു. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒന്നുമില്ല. എന്തെങ്കിലും പറയാമോ? പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു മെസ്സേജ് തരാമോ? വീഡിയോയിൽ വരൂ, മെസ്സേജ് തരൂ. ഒരു മിനിറ്റ് പ്രഭു. ഹരേ കൃഷ്ണ. മെസ്സേജ് തരാം. ഈ കാർത്തിക മാസത്തില് എല്ലാവരും ആചരിക്കേണ്ട ഒരു മാസമാണ്. ആക്ച്വലി നമ്മൾക്കൊന്നും അറിവില്ലായിരുന്നു. അപ്പൊ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എല്ലാം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കുറെ നാളായിട്ട് ചെയ്യുന്ന എല്ലാവരും ഇപ്പൊ ചെയ്യണം. വളരെ ശ്രേഷ്ഠമായ മാസമാണ്. ഭഗവാന് വിളക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ദിവസങ്ങളിലെല്ലാം വളരെ നല്ലതാണ്. പക്ഷെ കാർത്തിക മാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള മാസമാകുമ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇരട്ടിയായിരിക്കും ഭഗവാന്റെ പ്രസാദം. എല്ലാവരും മാക്സിമം ആചരിക്കാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.
അമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടു വരി പാടുന്നുണ്ടോ? പറയൂ. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. അതെ, കുറെ കാലായി പ്രഭുവിനെ കണ്ടിട്ട്. ഇപ്പൊ നമ്മള് കാണാൻ അതെ, മണിനാഥ് പ്രഭു പറഞ്ഞ പ്രകാരം നമ്മളിവിടെ അന്ന് മുതൽക്കേ, അന്ന് ദുബായിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ വീട്ടിൽ അതേ പ്രകാരം നെയ്വിളക്ക് കാണിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, തുളസിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് പ്രഭു. വളരെ സന്തോഷം, വളരെ സന്തോഷം കേട്ടതിൽ. വളരെ സന്തോഷം. അതെ, ഇത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. പക്ഷേ കിട്ടാനുള്ളത് ഒരുപാടാണ്, ഒരുപാടാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല. ഇതുവരെ അതെ, ആര് സ്നേഹം നോക്കൂ. ഭഗവാൻ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ പഴം വിൽക്കാൻ വന്നു, പഴക്കൊട്ടയുമായിട്ട് നിറഞ്ഞു വരികയാണ്. അപ്പം യശോദാമ്മയുടെ വീടിന്റെ മുറ്റത്ത്, യശോദാമ്മയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ യശോദാമ്മയുടെ വീടിന്റെ മുന്നത്ത് വെച്ചിട്ട് ചോദിക്കും. അപ്പം കൃഷ്ണൻ ചോദിക്കും, എന്തിനാ വന്നതെന്ന് ചോദിക്കും. എനിക്ക് ഈ പഴങ്ങളൊക്കെ എനിക്ക് തരാമോ എന്ന് ചോദിക്കും. കൃഷ്ണന്റെ കാശൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീ ആ സ്നേഹത്തിന്റെ മുന്നില് ആ പാവം സ്ത്രീ എല്ലാം കുട്ടയോടെ കൊടുക്കും കേട്ടോ. എനിക്കിത് ഉപജീവന മാർഗമാണെന്ന് ആ സ്ത്രീ ചിന്തിക്കുന്നില്ല, മൊത്തം കൊടുക്കും. കൃഷ്ണ അത് ചിരിച്ചിട്ട് ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് പിടിക്കാണ്, കുറെയൊക്കെ താഴെ പോകുന്നുണ്ട്, ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് ചിരിക്കുമ്പം ആ സ്ത്രീ അതെല്ലാം നോക്കി കൃഷ്ണൻ പോകുന്നു. കൃഷ്ണൻ ഈ ഫ്രൂട്ട്സ് കൊണ്ട് പോവും, കുറെയൊക്കെ താഴെ ഇങ്ങനെ വീണ് കടന്ന് ഉരുണ്ടുപോവുകയാണ്. അത് തന്നെ കാണാൻ ഒരു ചന്തമാണ്. കൃഷ്ണന്റെ നടത്തം ഭയങ്കര രസമാണ്, ഒരു ആനച്ചന്തമാണ് കൃഷ്ണന്റെ നടത്തം. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ അതെല്ലാം നോക്കി നിന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് നേരെ ആ ശൂന്യമായ കൊട്ടയെടുക്കാൻ നോക്കുമ്പം ആ കൊട്ടകൾ നിറയെ പവിഴങ്ങളും രത്നങ്ങളും വജ്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അത്രയേറെ ദിനാനുകമ്പനാണ് ഭഗവാൻ. സ്നേഹം മാത്രം മതി നമ്മളിൽ നിന്ന് ഭഗവാൻ. എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൃഷ്ണ അവിടുത്തെ സ്മരണ, അവിടുത്തെ നാമം എപ്പോഴും എൻ്റെ നാവിലും ഹൃദയത്തിലും ഉണ്ടാകണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന മാത്രം മതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന കലിയുഗത്തിലെ ഈ കരിസന്താരണോപനിഷത്തിലെ ഒരു നാമം കൊണ്ട് മാത്രം ഭഗവാനെ നമുക്ക് തടയ്ക്കാൻ പറ്റും. കൃഷ്ണ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദാമോദരാഷ്ടകത്തിലേക്ക് കടക്കാം. ശരി പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം പ്രഭു അമ്മേന്റെ മൈക്ക് റെഡി ആയിട്ടുണ്ട്. അമ്മ എന്തെങ്കിലും അന്ന് രണ്ട് പാട്ടൊക്കെ പാടിയായിരുന്നു, രണ്ട് വരി പാടിയൊക്കെ ചെയ്തിരുന്നു, നമുക്ക് പാടാം. ചെയ്തിരുന്നു. ഞാൻ ഇത്ര അങ്ങോട്ട് സംസാരിച്ചത് നിങ്ങൾ കേൾക്കുന്നില്ല. നേരത്തെ എന്തോ ഒന്നും കേട്ടിട്ടില്ല, മൈക്ക് മ്യൂട്ടഡ് ആയിരുന്നു അമ്മേന്റെ. അപ്പുറത്ത് ഇതാക്കിയാന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മി. ഇല്ല, ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ഒരു ഇത് ചെല്ല ഭഗവാന്റെ. തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടോ? പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം. ശ്രീ പത്മനാഭ മുരാന്തക നാരായണ നിന്മൈ കാണുമാറാകണം. പാലാഴിമങ്കതൻ കൊങ്ക പുണരുന്ന കോലമെന്നുള്ളത്തിൽ കാണുമാറാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മൈ കാണുമാറാകണം. പിച്ചകമാലയും താലിയും കിങ്ങിണി ഒച്ച പൂണ്ടെന്നുമേ കേൾക്കുമാറാകണം. പീലിക്കാർ കൂന്തലും ചാന്തും തൊടുകുറി ബാലസ്വഭാവവും കാണുമാറാകണം. പുഞ്ചിരി കൊഞ്ചലും ചഞ്ചലാപാംഗവും നെഞ്ചകത്തെപ്പോഴും കാണുമാറാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മൈ കാണുമാറാകണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിരുന്നു. ഈ ഒരു ആഗ്രഹം മാത്രമേ നമുക്ക് വേണ്ടതായിട്ടുള്ളൂ. താങ്ക് യു അമ്മേ, വീണ്ടും ഞങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചത്. വേറെ എന്ത് നമുക്ക് ജീവിതത്തിൽ വേറെ എന്ത് വേണം? ഹരേ കൃഷ്ണ. വളരെ ലൈനില് പ്രഭുവിനെ സംസാരിക്കാനായല്ലോ ലൈനില്.
ഭാഗ്യം തന്നെ പ്രഭു. ഇതൊക്കെ തന്നെ ഒരു ഭാഗ്യമല്ലേ? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള നൂതന മാധ്യമങ്ങളിലൂടെ നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ പറ്റുന്നൊക്കെ ഓർമ്മയുണ്ടോ? പ്രഭുവിനെ കണ്ടുപെട്ട് തന്നെ ഒരു നിമിത്തമായിരിയാണ് ദുബായിന്ന് ഈ ഭജന. അതെ, ഒരു ഭജന. ഞാൻ 2 പ്രാവശ്യം ദുബായിൽ ഉണ്ടായിരിക്കുന്ന മീറ്റിംഗ് അതിന്റെ സമയത്ത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ പ്രഭുവിന് ഓർമ്മ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. നമ്മളെ മനസ്സ് ഏറ്റവും വിഷമിച്ച ഒരു സമയത്താണ് ഞാൻ മണിലാൽ പ്രഭുവിനെ കണ്ടതും ഈ ഭജനയിലും പങ്കെടുക്കാൻ പറ്റിയതും. ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് പ്രഭു. അതിന്റെ ഒരു ഗുണം നമുക്ക് എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഭഗവാൻ ആരെയും ഒരിക്കലും കൈവിടത്തില്ല. പ്രത്യേകിച്ച് ഭഗവാനെ സ്മരിക്കുന്നവരെ ഒരിക്കലും, അത് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു വാക്കാണ്. അർജുന, നീ ഉറക്കെ പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അത് സത്യമാണ്. ഞാൻ നമിക്കുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. നമുക്ക് അന്നേരം വീണ്ടും ജയലക്ഷ്മി മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. സന്തോഷം എല്ലാരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റിയ എന്റെ അമ്മേനെയും അച്ഛനെയും എന്റെ ഹസ്ബൻഡിന്റെ അമ്മേനെയും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ ഉണ്ട്, മ്യൂട്ടഡ് ഇരിക്കുകയാണ് ആള്, പക്ഷെ ജയുണ്ട്. പിന്നെ ഇതാ ഇപ്പം വന്നിരിക്കുന്നതാ എന്റെ ഹസ്ബൻഡിന്റെ മരുമകനാണത്. എല്ലാവരും ടൈം എടുത്ത്, പിന്നെ എല്ലാ ആൾക്കാരും സ്മിത മാതാജി എല്ലാവരും ടൈം എടുത്ത് വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. അവ്യാൻ ഹരേ കൃഷ്ണ. അവ്യാൻ അല്ല, അത് അനുപമാണ്. അത് തന്നെ ഞാൻ അവ്യാനെ വിളിച്ചതാണ്. അവ്യാനെ വിളിക്കാം. അവ്യാൻ ഇവിടെ കൃഷ്ണ. ബിജു പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ? മ്യൂട്ടാണ്. മ്യൂട്ടാണ്. രാവിലെ നെയ്വിളക്ക് കത്തിച്ചു പ്രഭു. തീർച്ചയായിട്ടും വളരെ ശ്രേഷ്ഠമാണ് നെയ്വിളക്ക് കത്തിക്കുന്നത്. ഹരേ കൃഷ്ണ. അച്ഛനേക്കാൾ വലുതായി. ഹരേ കൃഷ്ണ. ഇപ്പൊ അച്ഛനിങ്ങനെ നോക്കണം അല്ലേ? ചെറിയ ആള് വാഷ്റൂമിലല്ലേ പ്രഭു? എന്റെ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു 4 പല്ല് പോയി. 4 പല്ല് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഡോക്ടറാണ് കൊണ്ടുപോയത്. ഹരേ കൃഷ്ണ. ചെറിയ ആളുടെ പേര് ഞാന് അവ്യാൻ. ചെറിയ ആള് അവ്യാൻ. ഇവൻ അക്ഷത്. അവ്യാൻ അക്ഷത്. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് വരട്ടെ. നമുക്ക് ദാമോദരാഷ്ടകം ചെല്ലാൻ അറിയാമല്ലോ. അപ്പം അവിടെ നമ്മൾ ദാമോദരാഷ്ടകം ചെല്ലും. അപ്പോഴ് അവിടെ അതേപോലെ ആരതി ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മനസ്സുകൊണ്ട് സമർപ്പിക്കണം. കൃഷ്ണൻ വസുദേവര് ജയിലിലായിരിക്കുമ്പോഴാണ് കൃഷ്ണന്റെ പിറവി. ആ സന്തോഷം കൊണ്ട് വസുദേവര് മനസ്സില് സങ്കല്പം എടുക്കുകയാണ്. 1,00,000 പശുക്കളെയും സ്വർണത്തെയും ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാരാഗ്രഹത്തിലാണ്, പുറത്തിട്ട് വരാൻ യാതൊരു വഴിയുമില്ല. അത് ഭഗവാൻ സ്വീകരിച്ചു. ഒരിക്കൽ പിന്നെ ജയിൽ മോചിതനായപ്പോൾ വസുദേവര് ആ ശപഥം, ആ സത്യം നിറവേറ്റുകയും ചെയ്തു. അപ്പൊ അതുപോലെ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുക. ആ മനസ്സ് ഭാവഗ്രാഹിയാണ് ഭഗവാൻ. പത്മനാഭ മരപ്രഭോ എന്ന് ചൊല്ലുമ്പോൾ മരമല്ല എന്ന് കളിയാക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ മരവും കൂടിയാണ്, മരപ്രഭോ. ആ ഭാവം മാത്രം മതി. ഹരേ കൃഷ്ണ. നമുക്ക് ദാമോദരാഷ്ടകം ചെല്ലാം. ഇപ്പൊ ആരതി ഇപ്പൊ വെക്കണോ ആരതി? അതെ, ആരതി ചെല്ലിക്കൂ. ആരതി ഇപ്പൊ വെക്കും. സ്നേഹ എവിടെ? നമാമീശ്വരം ചെല്ലാൻ. എല്ലാവരുടെയും കയ്യിൽ പ്രിന്റ് കോപ്പിയും എല്ലാം ഉണ്ടല്ലോ. അതെ, വാട്സാപ്പ് കോപ്പി ഉണ്ട്. മതി. അപ്പം എല്ലാവരും മ്യൂട്ട് ആക്കിക്കൊണ്ട് ചെല്ലുക. കാര്യം അൺമ്യൂട്ട് ആയിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേന്
പിന്നെ ഒരിടത്തും തുടങ്ങുന്നതല്ല വേറൊരിടത്ത് തുടങ്ങുന്നത്. വോയിസിന്റെ പൊസിഷൻ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് മ്യൂട്ടാക്കിക്കൊണ്ട് നമാമീശ്വരം ചൊല്ലുക. അവിടെ ആരതി കാണിക്കും. ആ ആരതി ഉഴിഞ്ഞിട്ട് ഞങ്ങളെ ദർശനം എടുക്കാൻ ഇങ്ങോട്ട് കാണിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തോളൂ സ്നേഹ. ഇച്ചിരി കൂടെ വോയിസ് ഇത്തിരി കൂടെ കുറച്ച് പാടിക്കോളൂ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലെ വ്രജമാനം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലെ വ്രജമാനം. യശോദാവിയോലോകനാദവമാനം പരാമൃഷ്ടമത്യന്തതോധൃത്യഗോപ്യാ. യശോദാവിയോലോകനാദവമാനം പരാമൃഷ്ടമത്യന്തതോധൃത്യഗോപ്യാ. ृदन्तमोहनेत्रयुग्मं निजन्तं कराम्बुजयुग्मेन सातङ्कनेत्रम्. ृदन्तं मोहनेत्रयुग्मं निजन्तं कराम्बुजयुग्मेन सातङ्कनेत्रम्. मुहुश्वासकम्पात्रिरेखान्तकण्ठा स्थितग्रैवं दामोदरं भक्तिबद्धम्. मुहुश्वासकम्पात्रिरेखान्तकण्ठा स्थितग्रैवं दामोदरं भक्तिबद्धम्. लीलाभरानन्दकुण्डे स्वघोषं निमज्जन्तमाख्यापयन्तम्. लीलाभरानन्दकुण्डे स्वघोषं निमज्जन्तमाख्यापयन्तम्. तदीयेषितज्ञेषु भक्तधृतत्वम् पुनः प्रेमतस्तं शतावृत्तिवन्दे. तदीयेषितज्ञेषु भक्तधृतत्वम् पुनः प्रेमतस्तं शतावृत्तिवन्दे. वरं देवमोक्षं न मोक्षं वदेम न चान्यं ऋणेऽहं वरेषदपीह. वरं देवमोक्षं न मोक्षं वदेम न चान्यं ऋणेऽहं वरेषदपीह. इदं देव पूर्णात गोपालबालम् सदा मे मनस्याविरस्तां किमन्ये. इदं देव पूर्णात गोपालबालम् सदा मे मनस्याविरस्तां किमन्ये. इदं ते मुखाम्बोजम् अत्यन्तनीले वृत्तं कुण्डलैः स्निग्धरक्तैश्च गोप्या. इदं ते मुखाम्बोजम् अत्यन्तनीले वृत्तं कुण्डलैः स्निग्धरक्तैश्च गोप्या. मुहुश्चुम्बितं बिम्बरक्ताधरं मे मनस्या विरास्तामलं लक्षलाभे. मुहुश्चुम्बितं बिम्बरक्ताधरं
मनस्याविरास्तामलं लक्षलाभे नमो देव दामोदरानन्त विष्णो प्रसीद प्रभो दुःखजलाब्धिमग्नम् नमो देव दामोदरानन्त विष्णो प्रसीद प्रभो दुःखजलाब्धिमग्नम् कृपादृष्टिदृष्ट्यादिदिनं बतानो गृहाणि क्षमामह्यमे दक्षिदृश्य कृपादृष्टिवृष्ट्यादिदिनं बतानो गृहाणि क्षमामह्यमे दक्षिदृश्य कुबेरात्मजो बद्धमुत्वैवयत्वत् त्वया मोचितो भक्तिभाजो कृतौ च कुबेरात्मजौ बद्धमुत्वैवयत्वत् त्वया मोचितो भक्तिभाजो कृतौ च तथा प्रेम भक्तिं स्वकां निप्रयच्छ नमो शीघ्रमो मे दामोदरः तथा प्रेम भक्तिं स्वकामे प्रयच्छ नमो शीघ्रमो मे दामोदरः नमस्ते सुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदरायात विश्वस्य दाम्ने नमस्ते सुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदरायात विश्वस्य दाम्ने नमो राधिकाय त्वदीयप्रियाय नमो नन्तलीलाय देवाय तुभ्यम् नमो राधिकाय त्वदीयप्रियाय नमो नन्तलीलाय देवाय तुभ्यम् हरे कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम राम हरे हरे दामोदर जय दामोदर दामोदर जय दामोदर दामोदर जय दामोदर दामोदर जय दामोदर प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद श्री दामोदर भगवान की जय दामोदर अष्टकम की जय प्रभुपाद की जय।
മണിലാൽ പ്രഭു മ്യൂട്ടാണ്. കൃഷ്ണ വളരെ മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ യാതൊരു ഉപാധിയും ഇല്ലാതെ ഒരുക്കി വച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും. വളരെ നിറവോടെ. ഭഗവാന് വളരെ സന്തോഷമായിട്ടുണ്ട്. ഭഗവാന്റെ വളരെ വലിയ അനുഗ്രഹം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടും. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ആനന്ദ്ജി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. വളരെ സന്തോഷം. എന്തായാലും ഈ ഒരു എല്ലാ ലോകം മുഴുവൻ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയല്ലോ. അതന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണാം. തീർച്ചയായിട്ടും ഒക്കെ ചെയ്യുന്ന പ്രഭുവിനെ എല്ലാരെയും ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളെ എന്താ പറയാ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ഉള്ള ആ മനസ്സുണ്ടല്ലോ, അത് വളരെ അഭിനന്ദനം. എന്താ പറയാ, ഞങ്ങൾ വളരെ നന്ദിയുണ്ട്. വളരെ സന്തോഷം. സുരേഷ് ഗോപിയുടെ ഒരു ലുക്കായി ഒന്നും മേൽ കറുവാച്ചൻ. കറുവാച്ചനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർഷത് ഹരേ കൃഷ്ണ. അവിയാൻ ഹരേ കൃഷ്ണ. നൈവേദ്യം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുക, ആരും ഇല്ലല്ലോ. ഞങ്ങൾ ഒരു ദിവസം വരാം. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കോവിഡായാലും വരുന്നോണ്ട് കുഴപ്പമില്ല, എല്ലാരും വരിക. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഫൈൻ വളരെ വലുതാണ് കേട്ടോ. എന്താ വളരെ നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പ്രഭു. തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും വന്നിരിക്കും. ഹരേ കൃഷ്ണ. സന്തോഷം. സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അക്ഷത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10, 9 എങ്ങനെ 10, 9, 8 7 0 dim. Hare Krishna. Okay.